ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് ലൈവ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ 1 മിനിറ്റാണ് ബാക്കിയുള്ളത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. നല്ലൊരു ബൈയിങ് മൊമെൻറ്റം നമുക്ക് കാണാം. 26,300 കോൾ ഓപ്ഷൻ എക്സ്പയറി കൂടിയാണ്. അപ്പോൾ 26,100 നമുക്ക് നോക്കാം. 26,200 നമുക്ക് നോക്കാം. Again 26,250. 150. 26,150 ആണ് സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ട്രേഡിംഗ് അറൗണ്ട് 100 ആണ്. 105. ഇപ്പം ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ് 6th ജാനുവരി. നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ കാണാം. 6th ജാനുവരി എക്സ്പയറി ആണ് ഇന്ന്, ട്യൂസ്ഡേ. എക്സ്പയറി ഡേ ട്രേഡിംഗ് ആണ് ഇന്ന്. യെസ്, ഒരു 1.5 lakhs പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ വെറും 38 lakhs മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കൂടുതൽ ഫണ്ട്സ് നമുക്ക് ലോഡ് ചെയ്യാം. അറൗണ്ട് 70 lakhs നമ്മളിപ്പോൾ ഫണ്ട്സ് ലോഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ 10-11 ലാക്സിൻ്റെ ലോസ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 60.60 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗാണ്. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നു, എഗെയിൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു റിസ്കി പൊസിഷനിലാണ്. $26,150. വളരെ അഗ്രസീവായിട്ടുള്ള എൻട്രീസാണ്. 1 crore 1 കോടി രൂപയാണ് ഇൻവെസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 107 റുപ്പീസൊക്കെയാണ്, ഇപ്പോൾ 80 റുപ്പീസിലേക്ക് ഫോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഫോളായ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ വീണ്ടും കുറേ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 38-40 ലാക്സ് ആയിരുന്നു ഇൻവെസ്റ്റഡ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളത് 1 കോടി രൂപയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് ലെവൽ വരുമെന്ന് നമുക്ക് നോക്കാം. വെരി റിസ്കി ട്രേഡാണ്. ഇന്ന് എക്സ്പയറി കൂടിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് കൂടി വരും. പ്രീമിയം DK നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അറൗണ്ട് 15-16 ലാക്സിലേക്ക് ലോസ് വന്നിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ നമ്മളധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രീമിയം DK വരും. അപ്പോൾ ഒരു 0യിലേക്ക് പോകുന്നതൊക്കെ ഒരു പക്ഷേ കാണാം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ്. എപ്പോഴും എക്സ്പയറിക്ക് ഞാൻ എടുക്കാറുള്ളത് അറൗണ്ട് 80-100ൻ്റെ താഴെയുള്ള പ്രീമിയമാണ്. അപ്പോൾ അങ്ങനെ 100ൻ്റെ താഴെ എടുക്കുന്ന സമയത്ത് അത് 100+ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അധികം പ്രീമിയം DK വരാതെ നമുക്ക് നോക്കാനും പറ്റും 100ൻ്റെ താഴെയുള്ള പ്രീമിയം ആണെങ്കിൽ. 150+ നമ്മുടെ സാധാരണ എടുക്കുന്ന ദിവസങ്ങളിലുള്ള 150+ എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം DK പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ലോട്ട്സ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ കുറേ ലോട്ട് സൈസ്, നമ്പർ ഓഫ് ലോട്ട്സ് എന്ന് പറയുന്നത് 100 പെർ ലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പെർ എൻട്രി 100 ലോട്ട്സാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് എൻട്രീസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എൻട്രീസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 കോടി രൂപ മാത്രമാണ്. പക്ഷെ പ്രീമിയം ചെറുതായതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ലോട്ട്സ് കുറച്ച് കൂടുതലാണെങ്കിലും ഇൻവെസ്റ്റഡ് മാർജിൻ 1 കോടിയിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ലോസ് വളരെ കൂടുതൽ, ലോസ് 20-30 ലാക്സിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇനിയുള്ള എൻട്രീസ് എടുക്കാനായിട്ട്. ഒരു സ്പൈക്ക് ഒരു 100ലേക്ക് അപ്പ് മൂവ്, ഈ ഒരു കോൾ ഓപ്ഷൻ 100ലേക്ക് വന്നാൽ മാത്രം മതി നമുക്ക്. അറൗണ്ട് 100 തന്നെയാണ് നമ്മുടെ
ഓൾമോസ്റ്റ് എല്ലാ പൊസിഷൻസും ഉള്ളത്. ഒരു പൊസിഷൻ മാത്രം 107 വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ പൊസിഷൻസും 100ൻ്റെ മുകളിൽ 100ൻ്റെ താഴെയാണ്. അപ്പോൾ 100 വന്നു കഴിഞ്ഞാൽ 99 100 വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. വെരി റിസ്കി ട്രേഡാണിത്. ഹെഡ്ജ്ഡ് പൊസിഷൻ അല്ല, നേക്കഡ് പൊസിഷനാണ്. അപ്പോൾ വെരി വെരി റിസ്ക്കിയാണ്. അപ്പോൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഇത് നമുക്ക് സേഫായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി ഇതൊരു 70 അല്ലെങ്കിൽ 60ൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ലോസ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടി വരും. പക്ഷേ നമുക്കിത് ഹോൾഡ് ചെയ്യാം. ഇനിയുള്ള 2,88,00,000 രൂപ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ഈ ഒരു പൊസിഷൻ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരിക എന്നുള്ളത്. ഈ ഒരു പൊസിഷൻ 20 lakhs ലോസിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹെഡ്ജ്ഡ് പൊസിഷൻ അല്ല, നേക്കഡ് പൊസിഷനാണ്. അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഡെഫിനറ്റായിട്ടും ഉണ്ട്. യെസ്, 25 ലക്ഷം രൂപയിലേക്കാണ് ലോസ് വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 100ലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ബുക്ക് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഡേ ഹൈയിലൊരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്ത് ലോവർ ലോ ലോവർ ഹൈയിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 26,220 ലെവലിലേക്കൊരു ഒരു ലോവർ ഹൈ വന്നിട്ടുള്ള ലെവൽ റീടെസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്രോഫിറ്റ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഡൗൺഫോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 26,140 ലെവലിലേക്ക് വരെ ഫോളോ ആവാൻ ചാൻസ് ഉണ്ട് ഡേ ലോ. നിഫ്റ്റിയുടെ ഡേ ലോ വന്നിട്ടുള്ളത് 26,144.70 ആണ്. 140 ലെവലിലേക്ക് വരെ ഫോളോ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്പേഴ്സ് ആർ റിയലി ബിഗ് നമ്പേഴ്സാണ്. 25 lakhs ആണ്. നമ്മൾ കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി കൊടുക്കാം. 26,150. $30 ലക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട് ലോസ്. Yes, 40 lakhs.
കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി നമുക്ക് കൊടുക്കാം. $40 lakhs നമുക്കൊരു 50 lakhs വരെ ബെയർ ചെയ്യാം. 50 lakhs വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ജ്ഡ് പൊസിഷൻ എടുത്ത് ഇതിനെ നമുക്ക് ഹെഡ്ജ് ചെയ്ത് സേഫായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതിന് മുകളിലേക്ക് ലോസ് ബെയർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ലോസ് എന്ന് പറയുന്നത് 50 lakhs ആണ്. 50 lakhs വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. നമ്മുടെ കയ്യിൽ ഫ്രീ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫുൾ ലോഡ് എടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ മുഴുവനും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻസ്റ്റ് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് എഗെയിൻസ്റ്റ് ഇനി വരികയാണെങ്കിൽ അറൗണ്ട് 50 lakhs വന്നതിന് ശേഷം എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഹെഡ്ജ്ഡ് പൊസിഷൻസ് എടുത്ത് ഈ ഒരു ട്രേഡ് മാനേജ് ചെയ്യാം. അപ്പം അതൊരു കൂടുതൽ സമയമെടുക്കുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ മേ ബി ഈ ഒരു വീഡിയോ അത്രയും ലെങ്തി ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ട്രൈ ചെയ്യാം. പക്ഷേ ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ലെറ്റ്സ് സീ. 1,26,00,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ട്രേഡിൽ. അവൈലബിൾ മാർജിൻ 2,64,00,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 1/3 നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ബട്ട് റിസ്ക് വളരെ കൂടുതലാണ്. ഈ ഒരു നമ്പേഴ്സ് ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ടാണ്, ചെറിയ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ചെറുതായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ചെറിയ 1/3 ക്യാപിറ്റൽ മാത്രം ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പൊസിഷൻ എഗെയിൻസ്റ്റ് പോകുമ്പോൾ 30-40 lakhs ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് എൻട്രീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് 2,300 ലോട്ട്സാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. 2,300 നേക്കഡ് കോൾ ഓപ്ഷൻസ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 40 ലക്ഷം ലോസ് വരെ പോയി. ഇപ്പോൾ അത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 30 ലക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ ഞാൻ പറഞ്ഞു 50 lakhs ആണ്. 50 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ നേക്കഡായിട്ട് പിന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പൊസിഷൻസ് നമ്മൾ ഹെഡ്ജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രേഡ് മാനേജ് ചെയ്ത് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു പ്ലാനാണ്. അപ്പോൾ ഭാഗ്യവശാൽ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ 50% ലോസ് റിക്കവർ ആയി കഴിഞ്ഞു ഓൾറെഡി. ബട്ട് അത് നമ്മൾ ബുക്ക് ചെയ്യാത്തിടത്തോളം അത് അൺറിയലൈസ്ഡ് ആണ്. റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രോഫിറ്റ്സ് റിക്കവറായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ലോസും അങ്ങനെ തന്നെയാണ്. നമ്മൾ റിയലൈസ് ചെയ്യാത്തിടത്തോളം ആ ഒരു ലോസ് വലിയ ലോസിലേക്ക് പോകാനുള്ള ചാൻസസ് സ്റ്റിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. റിക്കവർ ആവുന്നുണ്ട് മാർക്കറ്റ്. നമുക്കിവിടെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഷാർപ്പായിട്ടുള്ളൊരു റിക്കവറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പൊസിഷൻ ഉടനെ തന്നെ പ്രോഫിറ്റ്സിലേക്ക് വരുമെന്ന്. യെസ്, അണ്ടർ 10 lakhs ലോസ് 10 lakhs താഴെ വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് പേഷ്യൻ്റ്ലി. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ഒരു ലോവർ ഹൈ വന്നിട്ടുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ, ഫസ്റ്റ് ലോവർ ഹൈ ലെവൽ വന്നിട്ടുള്ള, അതായത് 26,220 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവൽ. 6 lakhs ലോസിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് യെസ് 4 lakhs ലോസിൻ്റെ ആ ഒരു കൺവിക്ഷൻ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. യെസ്, പ്രോഫിറ്റിലേക്ക് വന്നു, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ സേഫായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. 100 rupees ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. എക്സ്പയറി മാജിക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കൃത്യമായി നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, 6 lakhs പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ആ ഒരു ലോവർ ഹൈ വന്നിട്ടുള്ള ലെവൽ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കുറച്ച് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 100 വരുമോ നമുക്ക് നോക്കാം. യെസ്,
8990 വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ബട്ട് നമ്മൾ ഈ 40 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷം രൂപ പ്രോഫിറ്റിലേക്ക് വന്നപ്പോഴും 5 ലക്ഷം രൂപ പ്രോഫിറ്റിലേക്ക് വന്നപ്പോഴും ആ റിസ്ക് അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം അതിനർത്ഥം നമ്മളിപ്പോൾ ഒരു ആക്ഷനും ചെയ്തിട്ടില്ല, നമ്മുടെ പൊസിഷൻസ് അതേപോലെ തന്നെയുണ്ട്. ക്വാണ്ടിറ്റീസ് 2300 ലോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ 1,26 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സേഫ് ആയിട്ടില്ല. ഈ പൊസിഷൻ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യുന്നത് വരെ ഒരിക്കലും ഇത് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. നേക്കഡ് ബൈയിങ് ആണെങ്കിൽ ഇൻ കേസ് നമ്മൾ ഹെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ റിസ്ക് ഉണ്ട്. ഇന്ന് എക്സ്പയറി ആണ്, മേ ബി പ്രീമിയം DK രണ്ട് സൈഡും വന്നു കഴിഞ്ഞ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ അക്കൗണ്ട് തീരും. യെസ്, നല്ലൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. യെസ്, വെരി ഗുഡ് മൊമെൻറ്റം. 90+ വന്നിട്ടുണ്ട്. 100 റുപ്പീസാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. 95 വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനിയൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ 100 വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. യെസ്, 16,95,000 ഗുഡ്. ഇനിയൊരു 5 റുപ്പീസിൻ്റെ ഒരു അപ്പ് മൂവ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ്. യെസ്, ബട്ട് സ്റ്റിൽ ദ റിസ്ക് റിമെയിൻസ് ദ സെയിം എന്ന് പറയാം. റിസ്ക് അതേപോലെ തന്നെ നിൽക്കുകയാണ്. കാരണം നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തിട്ടില്ല, പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടില്ല, സ്റ്റിൽ ഹോൾഡിംഗ് വിത്ത് സെയിം റിസ്ക് ആണ്. ഇപ്പം നമുക്കൊരു 15 ലക്ഷം രൂപ പ്രോഫിറ്റ് ഇവിടെ കാണിച്ചിരുന്നു, പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. സ്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. മേ ബി ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരിക്കലും നമുക്ക് ആ ഒരു ചാൻസസ് ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ആ ഒരു നോളേജ് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഒരു അപ്പ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഗെയിൻ 90 ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 87, 90+ വന്നിട്ടുണ്ട്. യെസ്, 90, 100 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 99, 100 ലെവലിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡേ ഹൈ വന്നിട്ടുള്ളത് 129 ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു 100 ലെവലിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി 11 lakhs പ്രോഫിറ്റിലുണ്ടായിരുന്നു. എഗെയിൻ അത് 4-5 lakhs ലോസിലേക്ക് പോയി. വീണ്ടും അത് കോസ്റ്റിലേക്ക് വന്നു. ഇത്രയും ഫ്ലക്ച്വേഷൻ ബെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരാൻ പറ്റുള്ളൂ. അതും ഹെവി ക്വാണ്ടിറ്റി ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് നമ്മൾ തന്നെ തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പ്രോഫിറ്റ്സും നമുക്ക് ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിസ്ക് കൊണ്ട് 11 lakhs പ്രോഫിറ്റിൽ നിന്ന് 11 lakhs ലോസിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത്രയും വോളറ്റൈലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വലിയ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്പേഴ്സ് ഇപ്പോൾ 10 lakhs നിന്ന് 10 lakhs ലോസിലേക്ക് പോയതിന് ഈവൻ 10,000 ആണെങ്കിൽ 10,000 പ്രോഫിറ്റിൽ നിന്ന് 10,000 ലോസിലേക്ക് പോകും. 1,000 ആണെങ്കിലും 1,000 പ്രോഫിറ്റിൽ നിന്ന് 1,000 ലോസിലേക്ക് പോകും. അപ്പോൾ ആ നമ്പേഴ്സ് എപ്പോഴും ഈ രീതിയിലാണ് ഉണ്ടാവുക മാർക്കറ്റിൽ. അതിപ്പോൾ വെർച്വൽ ട്രേഡിംഗ് ആണെങ്കിലും റിയൽ ട്രേഡിംഗ് ആണെങ്കിലും എനി കൈൻഡ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നുള്ളത് മനസ്സിലാക്കി തരുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശമാക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ ബെയർ ചെയ്യണം. ആ ഒരു സൈക്കോളജി നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ലെവൽ 100 റുപ്പീസ് വന്നു കഴിഞ്ഞാലേ നമ്മൾ ബുക്ക് ചെയ്യുള്ളൂ. 100 റുപ്പീസ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ആ ഒരു അനാലിസിസ് അത് നമ്മുടെ ഒരു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. നമുക്ക് ആ ഒരു ലെവലിലേക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ നോളേജ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എഗെയിൻ നമുക്ക് 80 ലെവലിൽ തന്നെ നിൽക്കുകയാണ്. 100 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ബട്ട് റിസ്ക്കിയാണ്. 10 lakhs ലോസിലേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര പ്രോഫിറ്റ് കാണിച്ചാലും നമ്മൾ ഇത് ബുക്ക് ചെയ്യുന്നത് വരെ, ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് വരെ നമ്മൾ ഹെവി റിസ്കിന് എക്സ്പോസ്ഡ് ആണ്. എഗെയിൻ ബാക്ക് ടു 20-25 lakhs ലോസ്. ആ ഒരു എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് എത്ര പേർക്ക് അത് ബെയർ ചെയ്യാൻ പറ്റും?
11 ലാക്സ് പ്രോഫിറ്റിൽ വന്ന് 11 ലാക്സ് ലോസ്, 40 ലാക്സ് ലോസ് എന്ന് 11 ലാക്സ് പ്രോഫിറ്റ് വരുമ്പോഴേക്കും നമ്മൾ ഒരു പക്ഷേ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു 2 ലാക്സ് വരുമ്പോഴേക്കും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സമയമായെന്നാണ് തോന്നുന്നത്. എഗെയിൻ ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. ബാക്ക് ടു 40 ലാക്സ് ലോസിലേക്ക് പോകുന്നു നമുക്ക് നോക്കാം. പോകാനും ചാൻസ് ഉണ്ട്. ആ ഒരു പേഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. അതേസമയം റിസ്ക് മാനേജ് ചെയ്യാനുള്ളൊരു പ്ലാനും ആ ഒരു റൈറ്റ് നോളേജും, നമുക്ക് ഇൻഡെപ്ത് നോളേജും അത്യാവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ₹75 വന്നിട്ടുണ്ട്. 95 ആണ് വന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ. അതിനുശേഷം ഒരു പുൾ ബാക്ക് ആണ് ഇതെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. പുൾ ബാക്ക് ആണെങ്കിൽ നമുക്ക് 96 ലെവൽ 95 ലെവൽ ബ്രേക്ക് ചെയ്ത് 100 ലെവലിലേക്ക് വരുന്നതോടുകൂടി ഈ ഒരു ട്രേഡ് ബുക്ക് ചെയ്യാം. ബട്ട് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇത് വെരി വെരി റിസ്കി ട്രേഡാണ്. 103 ആണ് എക്സാക്ട്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 26,150 കോൾ ഓപ്ഷൻ. പക്ഷേ വെരി വെരി റിസ്കിയാണ്. റിസ്ക് റിമെയിൻസ് ദ സെയിം. ഒരുപക്ഷെ നമുക്ക് 40 ലാക്സ് ലോസ് ഒന്ന് അത് കോസ്റ്റിലേക്ക് വന്നു. നമുക്ക് ആ ഒരു ലെവലിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു ടാർഗറ്റിലേക്ക് വന്നിട്ടില്ല. എന്നതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യാണ്. ഈ ഒരു ട്രേഡ് എന്തായാലും കംപ്ലീറ്റ് ആവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, റിസ്ക് റിമെയിൻസ് ദ സെയിം. നമ്മൾ ബുക്ക് ചെയ്യാത്തിടത്തോളം ആ ഒരു റിസ്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മൾ എപ്പോഴും കാണേണ്ടി വരും. ഇത് കണ്ട് നമ്മൾ യൂസ് ടു ആയാൽ മാത്രമേ നമുക്ക് റിയലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ, ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് പലപ്പോഴും പലർക്കും കാണാനായിട്ട് പറ്റാറില്ല. വളരെ സ്മൂത്തായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ദ റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റിയാലിറ്റി. 40 ലക്ഷം രൂപ ലോസിൽ നിന്നും ആ ഒരു പൊസിഷൻ 15 ലാക്സ് പ്രോഫിറ്റിലേക്ക് വരുന്നത് കാണാൻ പറ്റിയില്ലേ? യെസ്, എഗെയിൻ ബാക്ക് ടു 20 ലാക്സ് ലോസ്. ഈ രീതിയിലാണ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്. ഇതിന് തയ്യാറല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ട്രേഡിങ്ങിലേക്ക് വരാൻ പറ്റില്ല. ഇത് നമ്പേഴ്സ്, ഞാനിപ്പോൾ പറയുന്ന നമ്പേഴ്സ് മാത്രമേ വേരി ചെയ്യുള്ളൂ. ദ സിസ്റ്റം റിമെയിൻസ് ദ സെയിം. അതിപ്പോൾ റിയൽ ട്രേഡിംഗ് ആണെങ്കിലും വെർച്വൽ ട്രേഡിംഗ് ആണെങ്കിലും നമ്പേഴ്സ് ഇപ്പോൾ
7 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിലും 10 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിലും 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും ഇപ്പോൾ 10,000 ലോസ് ആയി 40,000 നിങ്ങൾ വിചാരിക്കുക. ഇപ്പം 40,000 ലോസ് നിന്ന് 10,000 15,000 പ്രോഫിറ്റിലേക്ക് വന്ന് ബാക്ക് ടു 40,000 ലോസിലേക്ക് പോകുന്ന പൊസിഷൻസും നമുക്ക് സെയിം ആണ് മാർക്കറ്റിൽ. 100 ലോട്ട്സിന് പകരം 1 ലോട്ട് അല്ലെങ്കിൽ 10 ലോട്ട്സ് എടുത്താൽ മതി. എപ്പോഴും ദ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. ബട്ട് നമ്മുടെ ഈ ഒരു ട്രേഡ് കൂടുതൽ സമയമെടുക്കുന്നതോറും റിസ്ക് കൂടുതലാണ്. ബിക്കോസ് ഇന്ന് എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുമോ നോക്കാം. കോൾ സൈഡ് ഡയറക്ഷൻ 26,150 കോൾ ഓപ്ഷൻ 100 റുപ്പീസ് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. വെരി റിസ്കി ട്രേഡാണ്, നമുക്കറിയാം. ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ബാക്ക് ടു 10 ലാക്സ് ലോസ് 10 ലാക്സിലേക്ക് വന്നിട്ടുണ്ട്. 25+ പോയി വീണ്ടും 10 ലാക്സിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 100 റുപ്പീസ് 103 ലെവലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് 9 ലാക്സ് 10 ലാക്സിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി അത്രയും കൂടുതലാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഈ ഒരു ഫ്ലക്ച്വേഷൻ ഇപ്പോൾ നമുക്ക് 40 ലാക്സ് ബെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 40 ലാക്സ് അല്ല വരുന്നതെങ്കിലും 40,000 ആണെങ്കിലും അല്ലെങ്കിൽ 4 ലാക്സ് ആണെങ്കിലും ഈ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അത് മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് എല്ലാവരും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുക. എന്നിട്ട് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രഷറില്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കതാണ് മനസ്സിലായത്. അപ്പോൾ ഇത് എല്ലാവരും കാണുക. ഈ ഒരു ഫ്ലക്ച്വേഷൻ, ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും കിട്ടാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു പൊസിഷനിലൊരു അപ്പ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ 1.5 ലാക്സ് പ്രോഫിറ്റിലെത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദ റിസ്ക് റിമെയിൻസ് ദ സെയിം. ബിക്കോസ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ആ ഒരു പൊസിഷൻ അതേപടി ഹോൾഡ് ചെയ്യുകയാണ്. വിത്ത് വാട്ട് എവർ മാർക്കറ്റ് ഈസ് ഗിവിങ്, റിസ്ക് അല്ലെങ്കിൽ റിവാർഡ്, അതിന് തയ്യാറായിട്ട് നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ബാക്ക് ടു ലോസ് അഗെയിൻ പ്രോഫിറ്റ് കോസ്റ്റ്, ഇത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും മാർക്കറ്റിൽ. പിന്നെ എക്സ്പയറി ആണ്. എക്സ്പയറി ഗംഭീരമായൊരു എക്സ്പയറിയിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എഗെയിൻ പ്രോഫിറ്റ്സിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ റിസ്ക് ഉണ്ട്. നമുക്കിത് ഹെഡ്ജ് ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ്പയറി ആയതുകൊണ്ട് ഇതിന് 2 സൈഡും ഡീക്കേ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്യാൻ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസ് അല്ലെങ്കിൽ 103, 120 ഡേ ഹൈ 129 ആണ്. 120 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഒരു 5 ലാക്സ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ് കം ഓൺ. Back to 10 lakhs profits, very good. But ഒരു 10 points കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 90 ലെവലിൽ വന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ ബിഗർ പ്രോഫിറ്റ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. 90 rupees, yes. ഇപ്പോൾ 87 വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 100 ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പേഷ്യൻസ് തന്നെയാണ് ആ ഒരു റൈറ്റ് നോളേജ് വിത്ത് പേഷ്യൻസ്. നോളേജ് ഇല്ലാതെ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ വെറുതെ പേഷ്യൻസിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരിക്കലും അത് പ്രോഫിറ്റിലേക്ക് വരില്ല. ആവറേജ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു നോളേജ് ഉണ്ടാക്കുക, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. യെസ്, ബാക്ക് ടു 90 rupees. Let's wait for 110
100 പ്ലസ് 93 ഗുഡ്. ₹10,00,000 പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും 92 2300 ലോട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. നേക്കഡ് കോൾ ഓപ്ഷൻ 26,150 ട്രേഡിംഗ് അറൗണ്ട് 93 റൈറ്റ് നൗ. നമ്മൾ ₹40,00,000 റിസ്കിലേക്ക് പോകുന്നത് കാണാൻ പറ്റി. ഈ ഒരു ട്രേഡ് 95 എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പൈക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100+ വരുന്നു. ഈ ഒരു ട്രേഡ് നമുക്ക് ബുക്ക് ചെയ്യാം. Just a couple of minutes. യെസ് 92. യെസ് ഒരു സ്പൈക്ക് ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 93. യെസ് കമോൺ 100 ബ്രേക്ക് ചെയ്യൂ. $95+, come on. $93, $94, $95. Yes. വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട്, ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. യെസ് 93, 91, കമോൺ. ഒരു ഹൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. $90, $89. അഗെയിൻ ആ ഒരു റിസ്ക്, സെയിം റിസ്ക് തന്നെയാണ് നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. ആ സെയിം റിസ്കിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. ഇറ്റ്സ് ഒരു ബ്രേക്ക് ഔട്ട്, 100 ബ്രേക്ക്. 92, 93, 94. യെസ് 95. യെസ് 96. യെസ് ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. 95, 96. യെസ് 97. ഗുഡ്. 98. യെസ് നമുക്ക് ബുക്ക് ചെയ്യാം. യെസ് 99.45 ആണ് ഹൈ വന്നിട്ടുള്ളത്. മൊമെൻറ്റം ഉണ്ട്, ബട്ട് റിസ്ക്, അത്രയും റിസ്ക് ഉണ്ട് ആ ഒരു ട്രേഡിൽ. പിന്നെ നമ്മളൊരു 20 lakhs+ ബുക്ക് ചെയ്ത് യെസ് 100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. 26,950 150 ലെവൽ, 26,150 ലെവൽ 100 വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് 99 ലെവൽ, 97 ലെവൽ അറൗണ്ട് നമ്മൾ ബുക്ക് ചെയ്തു. 96.70. എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ നമ്മൾ
26,170 ലെവലിലേക്ക് പോയ സമയത്താണ് ഈ ഒരു ട്രേഡ് 40 lakhs ലോസിലുണ്ടായിരുന്നത്. അവിടെ നിന്നും നമ്മൾ റിക്കവർ ചെയ്തു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് വന്നു, പുൾ ബാക്ക് വന്ന് വീണ്ടും ഒരു ഹയർ ഹൈ ഫോം ചെയ്തു. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു 100 ലെവൽ, 26,150 കോൾ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ലെവൽ 100 വന്നതിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് 199 ലെവലിൽ വന്നപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തു. കാരണം അവിടെ നിന്ന് നമ്മൾ ആ ഒരു പോയിൻറ്റിന് വേണ്ടി, 1-2 പോയിൻറ്റിന് വേണ്ടി നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. മേ ബി അവിടെ നിന്നൊരു ഫോൾ വന്നു കഴിഞ്ഞാൽ ബാക്ക് ടു 40 lakhsലാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു 100 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്, ഡേ ഹൈ ലെവൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാം. ഈ ഒരു ട്രേഡ് നമ്മൾ 40 lakhsോളം റിസ്ക് വന്നെങ്കിലും നമ്മൾ 20 lakhsോളം ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ നല്ല പ്രോഫിറ്റ്സിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. യെസ്, ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. ഫർദർ നെക്സ്റ്റ് എൻട്രി കൺഫേം ആയതിന് ശേഷം എൻട്രി എടുക്കാം. ആ ഒരു വീഡിയോയിൽ എന്തായാലും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. നമ്മളെന്തായാലും പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. അപ്പോൾ 4 കോടിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം എൻട്രി എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.